മമ്മൂക്കയുടെ ലാലേട്ടന്റെയും കൂടെ ഒരുമിച്ച് അതേ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ വളർന്നു വന്നിരുന്ന ഇന്ന് മലയാള സിനിമയുടെ രാജകുമാരനാകേണ്ടിയിരുന്ന ഒരു നായകനായിരുന്നു റഹ്മാൻ. അദ്ദേഹം അന്ന് വിചാരിച്ചിരുന്നാൽ ഇന്ന് മമ്മൂക്കാന്റെ ലാലേട്ടന്റെയും കൂടെ മലയാള സിനിമ ഭരിക്കാമായിരുന്നു. അവരെക്കാൾ വലിയൊരു സ്റ്റാർഡം അന്ന് കിട്ടിയ സിനിമകളിൽ ഹീറോ ആയിരുന്ന അന്നത്തെ പെൺകുട്ടികളുടെ എല്ലാം സെലിബ്രിറ്റി ക്രഷ് ആയിരുന്ന റഹ്മാന്റെ കരിയർ എങ്ങനെയാണ് നിന്നുപോയത്? റഹ്മാന്റെ കരിയറിലെ ഉയർച്ചകളും താഴ്ചകളും നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലെ ഇമേജ് എന്തായാലും മാറിയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റഹ്മാൻ ഒരുപാട് ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ്. ഒരുപാടെന്ന് വെച്ചാൽ നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ. അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത് പോലും. ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഹോളിഡേയ്സിന്റെ സമയത്ത് റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത് പത്മരാജൻ സാറിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു. സിനിമയിലെ ഒരു ചെറിയ റോളിന് അവർക്കൊരു പയ്യനെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പ്രിൻസിപ്പളിനോട് കാര്യം പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാനായിട്ട് പ്രിൻസിപ്പൽ സജസ്റ്റ് ചെയ്തത് അന്ന് സ്കൂളിലെ ആക്റ്റീവായിട്ടുള്ള കിഡായ റഹ്മാനെ ആയിരുന്നു. അങ്ങനെ അവർ റഹ്മാനെ കൊണ്ടുപോയി. 5 ദിവസത്തെ ഷൂട്ടിനായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിൽ മാറ്റങ്ങൾ വന്ന് ആളുടെ ഭാഗ്യം കൊണ്ട് മെയിൻ ക്യാരക്ടറിന്റെ റോള് കിട്ടി. അന്ന് റഹ്മാന് വെറും 16 വയസ്സാണ്. ആ സിനിമയിലെ ആദ്യത്തെ ഷോട്ട് മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. അന്ന് മമ്മൂക്കയും ഒരു ചെറിയ നടൻ മാത്രമാണ്. അങ്ങനെ കൂടെവിടെ എന്ന റഹ്മാന്റെ ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. 1983 സിനിമ പുറത്തിറങ്ങി. വലിയ ഹിറ്റുമായി. വലിയ ഹിറ്റ് മാത്രമല്ല, ഫസ്റ്റ് മൂവിയിൽ തന്നെ റഹ്മാന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡും കിട്ടി. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അഭിനയമോഹം പോലും ഇല്ലാതിരുന്ന ഒരാൾക്കിട്ടോ. ഇങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. ബാക്കിയുള്ള കഥയും ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. പറയാം. സെക്കൻഡ് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയത് കാരണം തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു. അതിനുശേഷം ഇങ്ങേർക്ക് അന്നത്തെ ലെജൻഡറി ഡയറക്ടേഴ്സ് ആയ IV ശശി, ഭരതൻ, ഫാസിൽ, സത്യനന്ദിക്കാട് പോലുള്ള സംവിധായകരിൽ നിന്നും സിനിമകൾ കിട്ടി. അടിയൊഴുക്കുകൾ, കളിയിലൽപ്പം കാര്യം, കാണാമറയത്ത്, ഉയരങ്ങളിൽ, കൂടും തേടി, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, അങ്ങനെ റഹ്മാൻ അഭിനയിച്ച ഈ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകതയില്ലേ? യെസ്, അത് തന്നെ മമ്മൂക്കയുടെ ലാലേട്ടനും കൂടെ. അവരുടെ കൂടെ റഹ്മാനും അവരുടെ ഒരു അനിയൻ കൈൻഡ് ഓഫ് റോളുകളിലായിരുന്നു കൂടുതലും വന്നിരുന്നത്. ആൻഡ് എല്ലാ സിനിമകളും വലിയ വലിയ ഹിറ്റുകളുമായിരുന്നു. ഓൾസോ ഹിറ്റായ എല്ലാ സിനിമകളിലും റഹ്മാൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു. കൂടുതലും ചോക്ലേറ്റ് ഹീറോ ടൈപ്പ് റോൾസ് ആയതിനാൽ 80s യുവതികളുടെ മെജോറിറ്റിയുടെയും ക്രഷും റഹ്മാൻ തന്നെയായിരുന്നു. കാണാമറയത്ത് എന്ന സിനിമയിലെ റഹ്മാന്റെയും ശോഭനയുടെയും ഡാൻസിലുള്ള പാട്ട് 80s 90s ഇന്നും എവർഗ്രീൻ ട്രെൻഡ് ആയതാണ്. പാട്ട് മനസ്സിലായില്ലേ? ദേ ഇത് ഒരു അങ്ങനെ വെറും 18-ാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ പദവിക്കടുത്ത് എത്തിയ സമയത്താണ് ആൾക്ക് പിന്നെയും ഭാഗ്യം ലഭിക്കുന്നത്. പക്ഷേ അതൊരു നിർഭാഗ്യം കൂടി ആയിരുന്നു. റഹ്മാന് 1986 തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്. ഫാസിൽ ഡയറക്ട് ചെയ്യാനിരുന്ന സിനിമയുടെ ഡയറക്ടർ മാറി മറ്റൊരു ഡയറക്ടർ വന്നു. അതാരാണെന്നറിയോ? സാക്ഷാൽ വിജയുടെ അച്ഛനായ S.A. ചന്ദ്രശേഖർ. അന്ന് അദ്ദേഹം തമിഴിലെ ലെജൻഡറി ഡയറക്ടർ ആയിരുന്നു. ആളുടെ സംവിധാനത്തിൽ തന്നെ റഹ്മാന് ആദ്യ തമിഴ് സിനിമ ലഭിച്ചു, അതും ഹീറോ ആയിട്ട്. ആൻഡ് ആ ഡെബ്യൂട്ട് സിനിമ പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. പാൻ ഇന്ത്യൻ പരിപാടിയൊക്കെ മലയാളത്തിൽ വരുന്നതിന് മുന്നേ തന്നെ പാൻ ഇന്ത്യൻ പടം ചെയ്ത ഒരു നടനാണ് റഹ്മാൻ. ഇത്രയും ലക്കിയായ, ചാമിങ് ആയ, ടാലന്റഡ് ആയ റഹ്മാന്റെ കരിയറിന്റെ ഡൗൺഫോൾ ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണത് നമുക്ക് നോക്കാം. അന്ന് റഹ്മാൻ ഇല്ലാത്ത സിനിമകൾ തന്നെ കുറവായിരുന്നു. തമിഴിൽ പിന്നെയും സിനിമകൾ കിട്ടി, അതും ലെജൻഡറി ഡയറക്ടേഴ്സ് ആയ K. ബാലചന്ദ്രൻ, രവികുമാർ, രജനീകാന്തിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോലും ഇവരാട്ടോ. ഇവരൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് ചാൻസ് കൊടുക്കുകയായിരുന്നു. ഒരിക്കൽ പോലും ചാൻസ് അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യം റഹ്മാന് വന്നിട്ടില്ല. തമിഴിൽ നിന്നും പിന്നെ തെലുങ്കിലും മെയിൻ ഡയറക്ടേഴ്സ് വിളിച്ചു. ആള് തെലുങ്കിലും സിനിമകൾ ചെയ്യാൻ തുടങ്ങി. കാര്യം പറയുമ്പോ രസമുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു പാൻ ഇന്ത്യൻ കളിയാണ് അദ്ദേഹത്തിന്റെ കരിയർ തകർത്തത്. തമിഴിൽ പോയ ശേഷം ആളുടെ സിനിമകളൊക്കെ ഹിറ്റായതോടെ അവിടെ തിരക്കുകൂടി. മലയാളത്തിൽ സിനിമകൾ ചെയ്യാൻ സമയം കിട്ടാതെയായി. തമിഴിൽ നിന്ന് തെലുങ്കിലേക്ക് പോയപ്പോൾ തമിഴിൽ സിനിമകൾ ചെയ്യാൻ പറ്റാതെയായി. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാതിരുന്നത് ആളുടെ കരിയറിനെ കുഴിവെട്ടി മൂടുന്ന പോലെയായിരുന്നു. കാരണം തമിഴിലും തെലുങ്കിലും ആദ്യം കുറച്ച് ഹിറ്റുകൾ ലഭിച്ചെങ്കിലും പിന്നീട് അവിടെ ചെയ്യുന്ന സിനിമകളെല്ലാം പൊട്ടാൻ തുടങ്ങി. മറ്റ് ഇൻഡസ്ട്രികളിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ 1990 മുതൽ 2004 വരെ മലയാളത്തിൽ ആൾക്ക് ആകെ 4-5 സിനിമകളിൽ മാത്രമേ അഭിനയിക്കാൻ സമയം കിട്ടിയുള്ളൂ. പിന്നെ മറ്റ് ഇൻഡസ്ട്രികളിൽ സിനിമകൾ മോശമായി തുടങ്ങിയപ്പോൾ 15 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്കും തമിഴിൽ ഏകദേശം 30-ലധികം സിനിമകളും
തെലുങ്കിൽ 15ഓളം സിനിമകളും അദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മലയാള സിനിമ മാറിയിരുന്നു. ആളുണ്ടാക്കിയ ഓളവും പ്രേക്ഷകരും ക്രിയേറ്റേഴ്സും മറന്നു തുടങ്ങിയിരുന്നു. ജയറാം, ദിലീപ്, സുരേഷ് ഗോപി ഇവരെല്ലാം വന്ന് നിറഞ്ഞു നിന്നത് കൊണ്ട് തന്നെ തന്റേതായിട്ടുള്ളൊരു സ്പേസ് ഒന്നേന്നുണ്ടാക്കി തുടങ്ങണം എന്ന അവസ്ഥയായി റഹ്മാന്. കൂടാതെ അന്ന് റഹ്മാൻ PR വർക്കും ചെയ്തിരുന്നില്ല. പിന്നെ മറ്റുള്ള ആക്ടേഴ്സിന്റെ പോലെ പബ്ലിക് ഷോസ് ഒന്നും അറ്റൻഡ് ചെയ്യാനും പോയില്ല. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അപ്രോച്ച് അത്ര പ്രൊഫഷണൽ ആയിരുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ആള് തൊട്ടതെല്ലാം പൊന്നായി മാറിയിരുന്നു. അത്രയും ഭാഗ്യമായിരുന്നു ആ മനുഷ്യന്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഫ്ലോക്ക് അനുസരിച്ചായിരുന്നു കരിയർ കൊണ്ടുപോയത്. അത് തന്നെയാണ് തനിക്ക് പറ്റിയ അബദ്ധം എന്ന് റഹ്മാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെടാൻ തുടങ്ങി. സോ ഐ വാസ് നെവർ എ സീരിയസ് ആക്ടർ. എന്താ വെച്ചാൽ ഇത് ഒരു പ്ലാനിങ് ഇല്ല, ഇനി ഇത് കഴിഞ്ഞ അടുത്ത് അങ്ങനൊന്നുമില്ല. എൻ്റെ അടുത്ത് വരുന്ന സിനിമകൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്തു പോകുന്നു എന്നല്ലാതെ ഞാനായിട്ടൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക്. പക്ഷെ റഹ്മാന് അദ്ദേഹത്തിന് എവിടെയാണ് പാളിപ്പോയത് എന്ന് മനസ്സിലായപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. പിന്നീട് ആൾക്ക് മലയാളത്തിലെ സിനിമകൾ കുറഞ്ഞു വന്നു. കൂടുതലും സൈഡ് റോളുകൾ മാത്രമായി. പിന്നെ കിട്ടിയ സിനിമകളാണ് ബ്ലാക്ക്, രാജമാണിക്യം. അതിലൊക്കെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. അന്നത്തെ അങ്ങേരുടെ ലുക്കിനെയും കഴിവിനെയും അന്നെങ്കിലും മലയാള സിനിമക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. പിന്നെ സൈഡ് റോളുകളിൽ ടൈപ്പ് കാസ്റ്റഡ് ആയിപ്പോയി. ചെയ്യുന്നതൊക്കെ കൂടുതലും പോലീസ് റോളുകൾ മാത്രമായി. പക്ഷേ റഹ്മാന്റെ സ്വാഗും ഓറയും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2012 ഇറങ്ങിയ ഈ ഒരൊറ്റ സിനിമ കണ്ടാൽ മതി. അമൽ നീരദിന്റെ സംവിധാനത്തിൽ വന്ന ബാച്ചിലർ പാർട്ടി. ഞങ്ങളപ്പോ കുർബാന ചെല്ലാൻ പോവാ ചെട്ടിയാരെ. വേണമെങ്കിലൊന്ന് കുരിശ് വരച്ചോ, ഞാൻ വെച്ചേക്കാം. ഗാങ്സ്റ്റർ റോൾസിനൊക്കെ പെർഫെക്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ഇങ്ങേര്. തമിഴിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ആൾക്ക് ഹീറോ മൂവീസ് പിന്നെ കിട്ടിയേയില്ല. വന്ന കുറച്ച് സിനിമകളാണെങ്കിൽ ലാവൻഡർ, മറുപടി അങ്ങനത്തെ വിജയിക്കാത്ത സിനിമകളായിരുന്നു. പക്ഷെ തമിഴിൽ പൊന്നിയിൻ സെൽവനിലെ റോളും ധ്രുവങ്ങൾ 16 റോളും സിംഗൻ 2, ബില്ല അങ്ങനെ അവിടെ കുറച്ചുകൂടെ ബെറ്റർ റോൾസ് ഒക്കെ കിട്ടിയിരുന്നു. മലയാളത്തിൽ ചെയ്ത രണത്തിലെ വില്ലൻ റോളും അടിപൊളിയായിരുന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് റഹ്മാനെ ഹീറോ ആക്കി മലയാളത്തിലൊരു സിനിമ വന്നത്. കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ഡയറക്ടർ ഒമർ ലുലു ആയതുകൊണ്ട് തന്നെ ഏകദേശം സിനിമ എന്തായി തീരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഈ വർഷം കുറച്ചു മുമ്പ് ഇറങ്ങിയ എനോമിയിലും ഒരു നല്ല ക്യാരക്ടർ ആൾക്കും ഉണ്ടായിരുന്നു. സ്റ്റിൽ ആൾക്ക് 58 വയസ്സായിട്ടുള്ളൂ. മമ്മൂക്ക ചെയ്യുന്ന പോലത്തെ എക്സ്പെരിമെന്റൽ റോൾസും ഗാങ്സ്റ്റർ ക്യാരക്ടേഴ്സും അർബൻ ടച്ചുള്ള ഹീറോ ക്യാരക്ടേഴ്സിനൊക്കെ ഈസിലി പുൾ ഓഫ് ചെയ്യാൻ കഴിയുന്ന ഒരു നടനാണ് റഹ്മാൻ. ഈ വീഡിയോ മേക്കേഴ്സ് ആരെയൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇദ്ദേഹത്തെ വേണ്ട രീതിയിലൊന്ന് മലയാള സിനിമയിൽ ഉപയോഗിക്കൂ. സോ ഇതൊക്കെയാണ് റഹ്മാന്റെ കരിയറിലെ ഉയർച്ചകളും താഴ്ചകളും. നിങ്ങളുടെ ഫേവറേറ്റ് റഹ്മാൻ മൂവി അത് ഏതാണെന്ന് കമന്റ് ചെയ്യൂ. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. സപ്പോർട്ടായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ. ഞങ്ങളപ്പോ കുർബാന ചെല്ലാൻ പോവാ ചെട്ടിയാരെ. വേണമെങ്കിലൊന്ന് കുരിശ് വരച്ചോ, ഞാൻ വെച്ചേക്കാം.